സാധാരണ സിനിമകളിലൊക്കെ ഡാൻസ് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും ചേട്ടന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്താണ്? എനിക്ക് ടെൻഷനില്ല, കാര്യം അറിയില്ല. അപ്പൊ നമ്മൾ അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്ക് ഇത് ചെയ്യണ്ടേ, അപ്പൊ എന്തെങ്കിലും കാണിക്കണ്ടേ? ചെയ്യൂല എന്ന് പറയും. എന്നിട്ട് അപ്പൊ അവര് അടിച്ച് ചെയ്യൂലേ? അപ്പൊ ഫൈറ്റ് ആണെങ്കിലോ സിമ്പിൾ ഫൈറ്റ് ഇല്ല. ആദ്യമേ മരിച്ചു, പിന്നെ മുകളിൽ ഞാൻ പെട്ടു. വെറുതെ ടൊവിനോട് ഞാൻ അവിടെ ഇല്ല. ആ അളിയൻ ക്യാരക്ടർ ടൊവിനോ സ്കൂളിൽ വന്ന് അടിയുണ്ടാക്കുമ്പം ടൊവിനോട് പുറകിൽ ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട് ജെയ്സാന്ന് വിളിക്കും. അപ്പൊ എന്നെ ഒന്ന് എറിയും. 32 ടേക്ക് ഞാൻ വന്ന് ജെയ്സാന്ന് വിളിക്കും, എറിഞ്ഞു. എറിഞ്ഞു. അനുമോൾ ഇപ്പൊ മലയാളത്തിൽ കിട്ടാനില്ല, അനുമോൾ മറ്റേ തമിഴിലേക്കും മറ്റു ഭാഷകളിലേക്കും ഒക്കെ തിളങ്ങി സീരീസ് ചെയ്ത് പോവുകയാണെന്നാണ് ഒരു കരക്കമ്പി. എന്നാരും വിളിക്കുന്നില്ല. ലർക്ക് എന്ന് പറഞ്ഞൊരു സിനിമ വായിച്ചപ്പോഴത്തേക്കല്ലേ എനിക്കിങ്ങനെ ഗർ എന്നാണ് ഒന്ന് തോന്നിയത്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയായിരുന്നു ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും? എനിക്കുണ്ടായിരുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ്, നമ്മള് മനുഷ്യരുടെ കൂടെ നിൽക്കണോ മൃഗങ്ങളുടെ കൂടെ നിൽക്കണോ, ആരുടെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് എനിക്ക് കഥ കേട്ടപ്പോൾ ആദ്യം തോന്നിയത്. Now it seems our area is flooded with big cats. ചേട്ടൻ ആരുടെ കൂടെ വെക്കും? മനുഷ്യന്റെ കൂടെ വെക്കും, മൃഗത്തിന്റെ കൂടെ വെക്കും? ചേട്ടൻ ഇപ്പൊ ധ്യാന്റെ വഴിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. സെവൻസ് എന്ന് പറഞ്ഞ പടത്തില് തമിഴിലെ രാജശേഖർ എന്ന് പറഞ്ഞ മാസ്റ്റർ റിയലാ, പുള്ളിക്ക് റോ ഫൈറ്റിന്റെ ആളാണ്. ആ ശബ്ദം ഇവിടെ കേൾക്കണം എന്നാ പറയുന്നത്, അടിക്കുന്നത്. അപ്പൊ പുള്ളിയുടെ ഗുണ്ടകള് നിന്ന് അടിക്കുക. അപ്പം മെയിൻ ഹീറോ ചാക്കോച്ചാനും ആസിഫും ഇങ്ങനെയൊക്കെയാണ്, അവര് അടിക്കുന്നു. ക്യാമറയിൽ ബാക്ക് ഡ്രോപ്പിലാണ് ഞങ്ങൾ അടിക്കുന്നത്. എന്നെ അടിക്കാൻ ഇത്രേ ഉള്ള 2 പേര്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ അടിക്കരുത് രണ്ടുപേര് നിങ്ങള്, ഞാൻ ഇവളോ ഇരിക്കേ. അപ്പം മാസ്റ്റർ ചൊല്ലിയിരിക്കും, ആക്ഷൻ വിളിക്കുമ്പോണ്ടല്ലോ ഇവരെ എടുത്തിട്ട് എന്നെ ഇടിയ. ഇടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം ഇവിടെ കേൾക്കണം എന്ന് പറയുന്നത്. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. ലർക്ക് മൂവിയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു അജു വർഗീസ്, അനുമോൾ, സന്ധ്യ മനോജ്, അനിത മനോജ്. വെൽക്കം ടു ദ ഷോ. എല്ലാവരെയും നോക്കുമ്പോഴത്തേക്ക് പല തരത്തിലുള്ള കോസ്റ്റ്യൂമുകളുടെ ഒരു ബഹളം. ചേട്ടൻ എന്താ എപ്പോ നോക്കിയാലും എവിടെ നോക്കിയാലും ഈ കറുപ്പ് മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത്? വണ്ണം കുറയ്ക്കാനുള്ള ഒരു ബുദ്ധിപരമായ ഐഡിയ അല്ലേ? എന്നിട്ട് അത് പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? താങ്കൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. അനുമോൾ ഇപ്പൊ മലയാളത്തിൽ കിട്ടാനില്ല, അനുമോൾ മറ്റേ തമിഴിലേക്കും മറ്റു ഭാഷകളിലേക്കും ഒക്കെ തിളങ്ങി സീരീസ് ചെയ്ത് പോവുകയാണെന്നാണ് ഒരു കരക്കമ്പി. എന്നാരും വിളിക്കുന്നില്ല. കേട്ടായിരുന്നോ അങ്ങനെ? ഇവിടെ നല്ലതൊന്നും ആരും വിളിച്ചില്ല, അവിടെ നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ലർക്ക് എന്ന് പറഞ്ഞൊരു സിനിമ വായിച്ചപ്പോഴത്തേക്കല്ലേ എനിക്കിങ്ങനെ ഗർ എന്നാണ് ഒന്ന് തോന്നിയത്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയായിരുന്നു ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും? എനിക്കുണ്ടായിരുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ്, നമ്മള് മനുഷ്യരുടെ കൂടെ നിൽക്കണോ മൃഗങ്ങളുടെ കൂടെ നിൽക്കണോ, ആരുടെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് എനിക്ക് കഥ കേട്ടപ്പോൾ ആദ്യം തോന്നിയത്. ചേട്ടൻ ആരുടെ കൂടെ വെക്കും? മനുഷ്യന്റെ കൂടെ വെക്കും, മൃഗത്തിന്റെ കൂടെ വെക്കും? ഞാൻ കഥയെ കേൾക്കാതെ സിനിമയിൽ അഭിനയിക്കുന്നത് അങ്ങനെയാണ് കേട്ടാ. പടം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. അപ്പൊ ചേട്ടൻ ഇപ്പൊ ധ്യാന്റെ വഴിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്റെ വഴി. എന്താണ് പെട്ടെന്ന് ഈ സിനിമയിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് അനുമോൾ ഇതിലേക്ക് വരണമെന്ന് തോന്നിപ്പിച്ച ഒരു ഘടകം എന്താണ്? കാടിന്റെ കഥ പറയുന്ന, അല്ലെങ്കിൽ കാടിന്റെ ചുറ്റുപാട്, കാടിനോട് അടുത്ത് കിടക്കുന്ന ഭാഗത്തിന്റെ കഥ പറയുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. ഈ കാടിനകത്ത് അഭിനയിക്കാൻ പോയപ്പോഴത്തേക്ക് ആട്, പുലി, കടുവ, എങ്ങനെ പാമ്പ്, ഏതിനെങ്കിലും നേരിട്ട് കണ്ടിരുന്നു? എൻകൗണ്ടർ ചെയ്യാനുള്ളൊരു ഈ കാട്ടില് ആടെന്നാണോ ഞാൻ ചോദിച്ചത്? സോറി കേട്ടോ, ആനയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇപ്പൊ ഒരു തമിഴ് പടത്തിന്റെ ലൊക്കേഷനിലാണ് വരുന്നത്, ശ്രീലങ്കയിലാ ഷൂട്ട്. അവിടെ ആന ഇഷ്ടം പോലെ ആന വരും, കാട്ടാന. ഞാൻ പുലീനെ കണ്ടു, മേക്കപ്പ് റൂമിലൊക്കെ പാമ്പ് വരും. വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചത്. മേക്കപ്പ് റൂമിൽ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? തുറന്നൊരു ജീപ്പിലിരിക്കുന്നു, ഈ മതിലിന്റെ ഈ വാളിന്റെ ദൂരത്തില് ഒരു പുലി കിടന്ന് ഉറങ്ങുന്നു. എവിടെ? ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തു. ആണോ?
ആ പടത്തിന്റെ കണ്ടു. ഈ ലേഖന് ഞാൻ അട്ടയെ മാത്രമേ കണ്ടുള്ളൂ. Oh my God. അതൊരു മൃഗമല്ലാത്തോണ്ട് അത് നിറയെന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ ഫുൾ ഉപ്പുവെള്ളം, ഡീസൽ ഒഴിക്കുന്നു, സാനിറ്റൈസർ ഒഴിക്കുന്നു. അത് കാട്ടിന്റെ ഉള്ളിൽ തന്നെ കുറെ ഷോട്ട്സ് ഉണ്ടല്ലോ അവിടെ. ഓ അട്ടയായിരുന്നു എനിക്ക് ഏറ്റവും പ്രശ്നം. ആണല്ലേ? ചേട്ടനാരായിരുന്നു പ്രശ്നം? നാട്ടിലായിരുന്നു ഷൂട്ട്. ഞാൻ വില്ലേജ് ഓഫീസർ ആയിരുന്നു. അപ്പൊ പിന്നെ ട്രൈബൽ വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്ക് അപ്പം കാട്ട നമ്മളുടെ വരില്ലേ? ലൊക്കേഷനൊക്കെ ഇച്ചിരി സമാധാനമുള്ള സ്ഥലത്ത്. ആണ്. ചേട്ടൻ എത്ര ദിവസം ലർക്കിലുണ്ടായിരുന്നു? ഞാൻ 3 അത്ര ഉണ്ടായിരുന്നു. അത്ര ചെറിയ റോൾ. ഇപ്പൊ നമുക്കറിയോ, ഇത് വളരെ ഒരു സെൻസിറ്റീവ് കഥയാണ്, ഒരു ടോപ്പിക്കാണ്. നമുക്ക് ചുറ്റും നമ്മൾ കൊച്ചിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയാത്തത്. വയനാടോ അല്ലെങ്കിൽ കുറച്ചും കൂടി കാട് അടുത്തുള്ള സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്, അവർക്കിത് ഭയമാണ്, ഭീതിയാണ്. നമുക്കിപ്പോ നമ്മൾ അടുക്കള വാതിൽ തുറക്കുമ്പോ ഒരു കരടി നിന്നാ എങ്ങനെ ഉണ്ടാവും? നിങ്ങളാരെങ്കിലും കടുവേനെ കണ്ടായിരുന്നോ? ആ ചോദ്യത്തിൽ നിന്നും ആ ഉത്തരത്തിൽ നിന്നും പോയ ഒരു ഞാൻ ഭൂമി തുരന്നു പോയത്. ആ കടുവയായിട്ടുള്ള ഫൈറ്റ് സീൻ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു? ആ അതുമായിട്ടുള്ള ഫൈറ്റ് സീൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നു? പുലിമുരുകനോ? ഇത് ലർക്കാ, ലർക്കാ. ഏത് ഗൂഗിളാണ് നോക്കിയത്? അല്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കണ്ടന്റ് ആയില്ലേ? വെറുതെ പറഞ്ഞാലോ? ആ അപ്പൊ കണ്ടന്റ് ആയി പുലിമുരുകൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജാസി ഗിഫ്റ്റിന്റെ പാട്ട് നിങ്ങൾക്ക് ആർക്കാണ് ഇപ്പൊ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? എനിക്കറിയാം നിത മനോജിന് ഇതിനുള്ള ഒരു കഴിവുണ്ടെന്ന്. ഉണ്ട് ഉണ്ട്. ഒരു 2 പരിപാടി നോക്കിയാലോ? പാടാൻ പറ്റില്ല. ഞാൻ പണ്ടേ പാടാറില്ല. അല്ലെ അജേട്ടെ, ഇത് എന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്നൊക്കെ ഒരു കണ്ണടച്ചിട്ട്. ഇങ്ങനത്തെ എക്സാം വരുമ്പോ നമുക്ക് ഡാൻസ് പാട്ട് പൈസ. അല്ല അജേട്ടാ, അപ്പൊ ഈ സാധാരണ സിനിമകളിലൊക്കെ ഡാൻസ് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും അജേട്ടന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന എന്താണ്? നമുക്ക് അറിയാമെങ്കിലല്ലേ ഭയം വരുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം ഡാൻസ് ഫൈറ്റ് എനിക്ക് ടെൻഷൻ ഇല്ല, കാര്യം അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറിച്ചൊരു മറ്റേ നമുക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടൊരു ഭയമുണ്ട്, ടെൻഷനുണ്ട്. ഇത് ഒരു ടെൻഷനും ഇല്ല. അപ്പൊ നമ്മൾ അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്ക് ഇത് ചെയ്യണ്ടേ? അപ്പൊ എന്തെങ്കിലും കാണിക്കണ്ടേ? ചെയ്യൂല. പോയേട്ടാ ഡാൻസ് ഒക്കെ ചെയ്യേണ്ടി വരും എന്ന് പറയും. ആ എന്നിട്ട് അപ്പൊ അവര് അടിച്ച് ചെയ്യിക്കൂലേ? അങ്ങനെയാണോ ചേട്ടാ? അപ്പൊ ഈ ഫൈറ്റ് ആണെങ്കിലോ? അപ്പൊ ഫൈറ്റ് ആണെങ്കിലോ സിമ്പിൾ ഫൈറ്റ് ഇല്ല? ആദ്യമേ മരിച്ചു പോകും. ഒരു വൈറ്റ് ഷോട്ടില് നമ്മൾ ആദ്യത്തെ അടി തന്നെ താഴെ വീണ് അങ്ങ് തെറിച്ചൊക്കെ പോകും. പിന്നെ കണ്ടിന്യൂറ്റി വരണമല്ലോ, തെറിച്ച് പോയല്ലോ. അത് വേണ്ട. ഓ ചേട്ടാ, അങ്ങനെ എന്നാലും ചേട്ടൻ അങ്ങനെ പെടുത്തിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ? സെവൻസ് എന്ന് പറഞ്ഞ പടത്തില്, സെവൻസ് എന്ന പടത്തില് ജോഷി സാറിന്റെ പടമാണ് ഞങ്ങൾക്ക് മൂന്നാമത്തെ സിനിമയായിട്ട് ഒരു ഭാഗ്യമാണ്. അപ്പം ജോഷി സാർ എന്ന് പറയുമ്പോ തന്നെ ഇറക്കിയ ആൾക്കാര്. ചാക്കോച്ച, അതും അടിപൊളി കാസ്റ്റ്. ചാക്കോച്ചായൻ, നിവിൻ, ആസിഫ്, വിജീഷ് ഏട്ടൻ, വിനീത് ഏട്ടൻ, അമീർ, ജോജു ഏട്ടൻ, മിഥുൻ ചേട്ടൻ, അപ്പുറത്ത് വില്ലന്മാര് ജോജു ചേട്ടനും ഇവരുടെ കൂടെയുള്ള ഫൈറ്റ്, ഇവരൊരു ഗുണ്ടകളും. അപ്പം തമിഴിലെ രാജ് ശേഖർ എന്ന് പറഞ്ഞ മാസ്റ്റർ ട്രാഫിക് ഒക്കെ ചാപ്പാക്കുരിശൊക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ ഭയങ്കര ഡിസ്കഷൻ ആയതാ. അതിലൊരു ബാത്റൂം ഫൈറ്റ് കൊണ്ട് വിനീതും ഫഹദും കൂടെ. അപ്പൊ റിയലാ, പുള്ളിക്ക് റോ ഫൈറ്റിന്റെ ആളാ. ആ ശബ്ദം ഇവിടെ കേൾക്കണം എന്നാ പറയുന്നത്, അടിക്കണം. അപ്പൊ പുള്ളിയുടെ ഗുണ്ടകള് നിന്ന് അടിക്കുക. അപ്പം മെയിൻ ഹീറോ ചാക്കോച്ചായനും ആസിഫും നിവിനൊക്കെയാണ്, അവര് അടിക്കുന്നു. ക്യാമറയിൽ ബാക്ക് ഡ്രോപ്പിലാണ് ഞങ്ങൾ അടിക്കുന്നത്. എന്നെ അടിക്കാൻ ഇത്രേ ഉള്ള 2 പേര്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ അടിக்கிறதுக்கு 2 പേര് നിങ്ങള്? ഞാൻ ഇവളോ ഇരിക്കേ. അപ്പം മാസ്റ്റർ ചൊല്ലിയിരിക്കും, ആക്ഷൻ വിളിക്കുമ്പോണ്ടല്ലോ ഇവര് എടുത്തിട്ട് എന്നെ ഇടിയ. ഇടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം ഇവിടെ കേൾക്കണം എന്ന് പറയുന്നത്. അവസാനം ഞാൻ നോക്കുമ്പോ ഞാൻ ഫോക്കസ് ഔട്ടാ. ചാക്കോച്ചാൻ ഇവിടെ അടിക്കുന്നു, എനിക്ക് ഇവിടെ ഇടിക്കും. അവസാനം ഞാൻ ഉറക്കെ ഇടി കൊണ്ടിട്ട് ചോദിച്ചു, ഏത് തെണ്ടിയുടെ ആക്ഷൻ വിളിച്ചു? അപ്പൊ അത് മാസ്റ്റർ അറിഞ്ഞു. പിന്നെ മാസ്റ്റർ എനിക്ക് തോന്നുന്നു വേണ്ട, എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് പെട്ടെന്ന് പിന്നെ നമ്മളെ ബാക്ക് ഡ്രോപ്പിൽ നിന്ന് ഒഴിവാക്കി. ഓ എന്റെ ചേട്ടാ, അതിൽ ഞാൻ പെട്ടു. ആണല്ലേ? മിന്നൽ മുരളിയിൽ ഞാൻ പെട്ടു. മിന്നൽ മുരളിയിൽ വെറുതെ ടൊബീനോട് ഞാൻ അവിടെ ഇല്ല.
ആ അളിയൻ ക്യാരക്ടർ ടൊവിനോ സ്കൂളിൽ വന്ന് അടിയുണ്ടാക്കുമ്പം ടൊവിനോയുടെ പുറകിൽ ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട് ജെയ്സാന്ന് വിളിക്കും. അപ്പൊ എന്നെ ഒന്ന് എറിയും. ഈ പ്രാന്തൻ ഫൈറ്റ് മാസ്റ്റർക്കാണെങ്കിൽ പെർഫെക്ഷൻ ആയിട്ട് വന്നിട്ട് ഈ 32 ടേക്ക്. അപ്പൊ എന്റെ അവസ്ഥ വിടൂ, ഇത് ചെയ്യുന്ന ബാക്കി ടൊവിയുടെ അവസ്ഥ പറഞ്ഞു. ഫുൾ പടം ഫൈറ്റ് ചെയ്യണം. ഞാൻ ഈ ഒരു ഷോട്ട് ഞാൻ വന്ന് ജയിച്ചാന്ന് വിളിക്കും, എറിഞ്ഞു. ഞാൻ നോക്കിയിട്ട് ഓരോ വട്ടം തെറിക്കുക. അപ്പൊ അങ്ങനെ 2 സിനിമ ഞാൻ പെട്ടത് ഇതിലാണ്. അതിനുശേഷം ഞാൻ മനസ്സിലാക്കി ആദ്യം തന്നെ വൈഡിൽ മരിച്ചു. മനസ്സിലാക്കി രക്ഷപ്പെടേണ്ടവർക്ക് ആ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഫൈറ്റ് ഒന്നും വലിയ താല്പര്യമില്ലാത്തവർ എല്ലാവർക്കും അല്ലേ. ഈ സെവൻസിൽ ഞാൻ ഇന്ന് ഓർക്കൊണ്ട് പലവട്ടം പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ഈ ഫൈറ്റ് ഒരു 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 ചുമന്ന മണ്ണുള്ള ഒരു വെട്ടുകല്ലൊക്കെ ഉള്ള ഒരു ഇറക്കമുള്ളൊരു സ്ഥലത്താണ്. ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയി. അപ്പം ക്ലോസപ്പ് എടുക്കാൻ വിളിച്ചു. ക്ലോസപ്പ് എടുക്കാൻ നേരത്ത് ഇത് പൊക്കത്തുള്ള സ്ഥലത്തെ ഫൈറ്റ് എടുക്കുന്നത്, ഇറങ്ങി വന്ന് ഇവിടെ വന്ന ക്ലോസപ്പ്. ബാക്ക്ഗ്രൗണ്ട് സെയിമാണ്, വെട്ടുകല്ല് തന്നെ. ക്ലോസപ്പ് എടുക്കാൻ അത് മതി. ജോസ് സാർ എന്റെ ക്ലോസപ്പ് എടുക്കുക. അപ്പൊ എന്റെ മനസ്സിൽ മുഴുവൻ ഇവിടെ അല്ലല്ലോ, അവിടെ അല്ലേ ഫൈറ്റ്. അപ്പം ഇവിടെ ചാക്കോച്ചൻ ഇവിടെ അല്ലെങ്കിൽ പറയുമ്പോൾ എന്റെ മനസ്സിൽ ചാക്കോച്ചൻ ഇവിടെ അല്ലേ നിന്ന്, ഞാൻ ഇവിടെ അല്ലേ ഇപ്പൊ നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ പിടിയിട്ടുന്നില്ല. ആ ക്ലോസപ്പ് എടുത്തോടെ അതിൽ മരിക്കേണ്ടത് രജിത്തായിരുന്നു ആദ്യം, എന്നെ കൊന്നു. ഞാനാ മരിക്കുന്നത്. അതല്ല, പിന്നുള്ള റോൾ ഉണ്ടായിരുന്നു, അത് തീർന്നു പോയി ആ ക്ലോസപ്പോടെ. ആ ഫൈറ്റിൽ എനിക്ക് ഭയങ്കര ഓർമ്മകളുണ്ട്. പിന്നെ ജോജുവേട്ടൻ നമ്മളെല്ലാരും കൂടി തിരിച്ചു വരുമ്പം ഭയങ്കര ഹൈ സ്പീഡ് ഷോട്ടാ, സ്ലോ മോഷൻ. ഈ ഇവരുടെ താമസിക്കുന്ന താവളം കത്തിക്കുക, ഒറ്റ താവളം ഉള്ളൂ, കത്തിക്കുക. അപ്പൊ കത്തിച്ച് ഞങ്ങൾ നടന്നു വരിക, വില്ലന്മാരൊക്കെ ജോജുവേട്ടനെ കിടക്കുക. അപ്പൊ വരുന്ന വഴി ഒരു ചവിട്ട് കൊടുക്കണം. അപ്പൊ എനിക്കാണെങ്കിൽ ജോജുവേട്ടൻ വൈകിട്ട് നമ്മൾ കമ്പനി കൊടുത്ത ഫ്രണ്ട് അല്ലേ, ഇപ്പൊ എങ്ങനെ തൊഴിക്കും? അയ്യോ, സിനിമയെ തൊഴിച്ചിട്ടില്ലല്ലോ, ഇടിച്ചിട്ടൊന്നുമില്ല. ഞാനാണെങ്കിൽ അയ്യോ ഇതിപ്പോ തൊഴിക്കണമല്ലോ. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് തൊഴിക്കാൻ ഇങ്ങനെ വന്നിട്ട് ഞാൻ പതുക്കെ തൊട്ടിട്ട് പോയി. ബാക്കിൽ താവളം കത്തുകയും ചെയ്തു. കത്തിട്ട് ഒരു താവളല്ലേ ഉള്ളൂ. ഇപ്പോഴും പടത്തിൽ അങ്ങനെ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇന്ന് പോയി ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യുന്നുണ്ട്. അത് 7 പേര് ഹൈസ്പീഡൊക്കെ ആയതുകൊണ്ട്. പക്ഷെ ഇങ്ങനെ വന്നിട്ട് തൊട്ടിട്ട് പോയി ചോദിച്ചാലല്ലേ നമ്മളങ്ങനെ നെഞ്ചിൽ. പക്ഷെ ആ ഡയറക്ടറുടെ വായിരിക്കണ എല്ലാം കിട്ടിയില്ലേ? ഉറപ്പായിട്ട് ഒന്ന് വഴക്ക് പറഞ്ഞു. അന്ന് അതോടുകൂടി ചേട്ടൻ മനസ്സിലാക്കിയില്ലേ ഇനി അടി കൊടുക്കാനുള്ള. സാർ ഒരു പടത്തിലും വിളിച്ചിട്ടില്ല. ഞാൻ ഇത് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുവാണ്. ഈ സെവൻസിൽ തന്നെ 7 പേരെ സാർ ഇങ്ങനെ നിർത്തും. സാർ 7 പേർക്കും എനിക്ക് നമ്മളെ പോലും ഭയങ്കര ജോഷ് സാറിനെ പോലെ ഒരാള് നമുക്ക് ഇത്രയും പ്രിവിലേജ് തരിക, പ്രസൻസ് തരിക അദ്ദേഹത്തിന്റെ ഒരു ഫ്രെയിമിൽ. അതുകൊണ്ട് തന്നെ ഒഴിവാക്കില്ല. അവനെ അവിടെ നിർത്ത്, ഒന്നും ഇല്ലെങ്കിൽ അവനെ അവിടെ നിർത്ത് എന്ന് പറയും. അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. അപ്പൊ ഈ മണ്ടനായ ഞാൻ അവിടെ വന്നിട്ട് എവിടെ നമുക്കറിയില്ല, ഫസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നീ എവിടാ? ഞാൻ കേട്ടതെന്താ, ഇങ്ങോട്ട് വാ. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നു. സാർ ഇങ്ങോട്ട് വാന്നാ പറഞ്ഞു. ഞാൻ ഇവിടെ വന്നിട്ട് തൊട്ടു. നീ എന്നെ കൊല്ല്. പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇറങ്ങി. അപ്പൊ റിയൽ സെവൻസ് മത്സരം നടക്കുക. റിയൽ മത്സരം നടക്കുന്നിടത്തുനിന്ന് അവരുടെ ബ്രേക്ക് ടൈമില് പെട്ടെന്ന് നമ്മളെല്ലാവരും റെഡിയാക്കി ഇറക്കും. ക്യാമറ പെട്ടെന്ന് സെറ്റ്. ആ 10 മിനിറ്റ്സിൽ ഒരു 2 ഷോട്ട് അങ്ങനെ. അടുത്ത ബ്രേക്കിൽ അടുത്ത ടീം കയറുന്നതിന് 2 ഷോട്ട് പിന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഫുൾ ക്രൗഡ് കിട്ടും, റിയൽ ക്രൗഡ്. ആവേശം വേറെ തന്നെയാണ്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ബ്രേക്കിന് ഇറങ്ങും, അപ്പൊ നമ്മൾ ഇറങ്ങും. ഞാൻ ഗോളിയാണ്. അപ്പൊ നേരെ പറയും ഞാനൊന്ന് ഇംപ്രൂവൈസ് ചെയ്തു. ഇവിടെ കറങ്ങാനാ പറഞ്ഞേക്കുന്നത്. ഞാൻ ആ ഗോൾ പോസ്റ്റ് ഒറ്റയ്ക്ക് ഓടി. അന്ന് കേട്ടതിന് ഒരു കയ്യും കിടക്കുമില്ലെന്നല്ലേ. ആരാടാ അങ്ങോട്ട് ഓടാൻ? ക്യാമറ ഒക്കെ വെച്ചേക്കുന്നത് ഇവിടെ അല്ലേ. സോ ആ സിനിമ ഒരുപാട് ഔട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവേ അന്ന് ചീത്ത കേട്ടത് വെറുതെ ആയില്ല.
നിങ്ങളൊക്കെ ചെയ്ത സിനിമകൾ ഏതാ? മുൻപ് ചെയ്ത സിനിമ ഏതാണ് നിത്ത? എന്റെ ആദ്യത്തെ സിനിമയാ. ആണോ? ആദ്യത്തെ സിനിമയില് അജു വർഗീസിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ എന്തായിരുന്നു എന്താ ഉണ്ടായിരുന്നില്ല കോമ്പിനേഷൻ. എന്താന്നറിയില്ല ഞങ്ങൾക്കുണ്ട്. എന്ത് ചേച്ചി ബാക്കി സിനിമകളൊക്കെ അഭിനയിച്ചിട്ട് ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്ത് വ്യത്യാസം ഇവിടെ ഫീൽ ചെയ്തത്? ഞാൻ ഞെട്ടിപ്പോയി. അതെന്തിനാ? ഇന്നേ വരെ ചെയ്യാത്തൊരു സാധനമാണ് ചെയ്തേക്കുന്നത്. അതെന്തായിരുന്നു? അപ്പം ഞാൻ മലേഷ്യയിലായിരുന്നു. ഷാദിക്ക് വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു റോളുണ്ട്, കോമഡിയാണ്. ഞാനും കോമഡിയോ ശരിയാവോ, നീ വന്ന് ചെയ്തു നോക്ക്, ചെറിയൊരു റോളാണ്, അത് നിന്നെ കൊണ്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. അപ്പം ഞാൻ മലേഷ്യയിലാണ്. അപ്പം എന്താ റോള്? നീ അങ്ങനെ മൃഗസ്നേഹിയാണ്, അങ്ങനത്തെ ഒരു റോളാണ്, അപ്പം അത് കണ്ടു നോക്കണം. ആണല്ലേ? ജൂലൈ 24 ലേക്ക് എന്ന് പറയുന്ന മൂവി തിയേറ്ററുകളിൽ എത്തുമ്പോൾ പ്രേക്ഷകൻ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഒരു മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി ആലോചിക്കാത്ത ആളുകൾക്ക്, ഇതിനെപ്പറ്റി മനസ്സിലാവാത്ത ആളുകൾക്ക്, അങ്ങനെ കുറച്ച് ആളുകളുടെ ജീവിതവും അവിടുത്തെ ഒരു ജീവിതവും അതിനെപ്പറ്റി ഒരു കുറച്ചും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കൊച്ചു സിനിമ, കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ അട്ടയുടെ കടിയൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ടെടുത്ത ഒരു സിനിമ അല്ലേ? അതെ, പക്ഷെ കഷ്ടപ്പാട് ആൾക്കാർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. കഷ്ടപ്പാട് ആളുകൾക്ക് അറിഞ്ഞില്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എങ്കിലും നിങ്ങൾ ആളുകൾ അറിയണം. ജൂലൈ 24 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. അതിനുശേഷം OTT കണ്ടതിന് ശേഷം അയ്യോ ഇത്രയും നല്ലൊരു സിനിമ നമ്മൾ തിയേറ്ററിൽ മിസ്സായല്ലോ എന്ന് ആലോചിക്കാതെ തിയേറ്ററിൽ പോയി കാണണം അല്ലേ? ഇതൊക്കെ നിങ്ങൾ പറയണ്ട, അതൊക്കെ ഞാനാണോ പറയണ്ടേ? ചേട്ടാ പറയേട്ടാ അത് തന്നെ വീണ പറഞ്ഞ പോലെ. അങ്ങനെ എന്താണോ പറഞ്ഞ പോലെ അങ്ങനെ തന്നെ. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി കണ്ടേ. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. ചേട്ടാ പോലെ വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.